അൻഷുൽ കുഞ്ച 28 വയസ്സായിരുന്നു. തെലങ്കാനയിൽ നിന്നാണ് അൻഷുൽ അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തത്. പല റിപ്പോർട്ടുകൾ അനുസരിച്ച് പല ഇൻഫർമേഷൻസാണ് വരുന്നത്. അൻഷുൽ ചില റിപ്പോർട്ട് അനുസരിച്ച് ഒരു സ്റ്റുഡൻ്റാണ് ഇപ്പോഴും. സൈഡിൽ പിസ്സ ഡെലിവറി പാർട്ട് ടൈം ആയിട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ചില റിപ്പോർട്ട്സ് പറയുന്നത് അൻഷുലിൻ്റെ മാസ്റ്റേഴ്സ് അമേരിക്കയിൽ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ജോലിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിസ്സ ഡെലിവറി പാർട്ട് ടൈം ആയിട്ട് കൊണ്ടുപോകുന്നു. എനിവേ, ഈ കഴിഞ്ഞ ജൂൺ 6 വെളുപ്പിനെ ഒരു 12 ആയപ്പം അൻഷുലിനൊരു പിസ്സ ഡെലിവറിയുടെ ഓർഡർ വരുന്നു. അൻഷുൽ പിസ്സ എടുത്തുകൊണ്ട് ഡെലിവറിക്ക് പോകുന്നു. ഇത് നടക്കുന്നത് അമേരിക്കയിലെ ഫിലാഡൽഫിയ ആണ്. അവിടെ കൊന്ന് ഡെലിവറി ചെയ്ത് അത് കഴിഞ്ഞിട്ട് അൻഷുലിനെ പറ്റി ഒരു വിവരവും ഇല്ല. അന്വേഷിച്ച് കഴിഞ്ഞപ്പം അൻഷുലിനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ ഒരു സ്റ്റോറി ഇപ്പം ഇന്ത്യയിലും അമേരിക്കയിലെല്ലാം വളരെയധികം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വൈറലായിക്കൊണ്ടിരിക്കുക. അതിന് കാരണം ഈ അൻഷുൽ കുഞ്ചാനെ വെടിവെച്ച ശേഷം ഒരു റോബറി ആയിരുന്നെങ്കിൽ അൻഷുലിൻ്റെ എന്തെങ്കിലും ബിലോങ്ങിങ്സ് ലൈക്ക് വാച്ച്, മോതിരം, അല്ലെങ്കിൽ വാലറ്റ്, കാർ, ഇതെല്ലാം ഒന്ന് കട്ടുകൊണ്ട് പോയത്. പക്ഷെ ഇതൊന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല. അപ്പം ഇതാണ് ഇപ്പോൾ പോലീസുകാരെ കൺഫ്യൂസ് ആക്കിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു പിസ്സ ഓർഡർ വന്നത് ഒരു സെറ്റപ്പ് ആയിരുന്നോ, അല്ലെങ്കിൽ ഒരു ഫേക്ക് ഒരു ഡെലിവറി ക്രിയേറ്റ് ചെയ്ത് അൻഷുലിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണെന്നാണ് ഇപ്പോഴത്തെ അന്വേഷണം നടക്കുന്നത്. എനിവേ, ഫിലാഡൽഫിയയിലെ പോലീസുകാർ $20,000 ഓഫർ ചെയ്തിട്ടുണ്ട് ഈ മർഡറിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ. കാരണം സോഫാർ ഒരു ഇൻഫർമേഷനും ഇല്ല. ഇപ്പോഴത്തെ ഇൻഫർമേഷൻ അനുസരിച്ച് ആ അൻഷുൽ പോയ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് വേക്കൻ്റ് ആണ്. അവിടെ നിന്നാണ് അൻഷുലിന് വെടികൊണ്ട് മരിക്കുന്നത്. ആകെയുള്ളൊരു ഇൻഫർമേഷൻ അൻഷുലിന്, അല്ലെങ്കിൽ ആ ഓർഡർ വന്ന ഒരു ഫോൺ നമ്പർ, അത് ബേസ് ചെയ്താണ് ഇപ്പം അന്വേഷണം നടക്കുന്നത്. എനിവേ, അൻഷുലിൻ്റെ പേരൻസും സിസ്റ്ററും ഒക്കെ പറയുന്നത് ഇത് ഡെലിബറേറ്റ് ആയിട്ട്, അതായത് അൻഷുലിനെ ശരിക്കും സെറ്റപ്പ് ചെയ്ത്, അല്ലെങ്കിൽ അൻഷുലിനെ കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു ഇങ്ങനെയൊരു പിസ്സ ഡെലിവറിക്ക് ഓർഡർ വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇനി കൊളീഗ്സ് ആണോ, ഫ്രണ്ട്സ് ആണോ, എനിമീസ് ആണോ, ഹേറ്റ് ക്രൈം ആണോ, വി ഡോണ്ട് നോ എനിത്തിങ്. എനിവേ, അൻഷുലിൻ്റെ സിസ്റ്റർ ഇപ്പോൾ പറയുന്നത് ഡി നോട്ട് സെൻഡ് യുവർ കിഡ്സ് ടു അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുക. എനിവേ, ഇങ്ങനെയൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ സൂക്ഷിക്കുക.